താരവിശേഷങ്ങളും പുതുപുത്തൻ ചലച്ചിത്ര വാർത്തകളുമായി എത്തുന്ന ടോക്കി സ്റ്റോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ഇങ്ങനൊരു സോങ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? അതെ, നമ്മുടെ സ്വന്തം ജാസി ഗിഫ്റ്റ് ചേട്ടാ. നമസ്കാരം. 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 പക്ഷെ ഞാൻ ഇവിടെ ലജ്ജാവതിയെ കുറിച്ചല്ല ആദ്യം ചോദിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ 2003 സഫലം എന്ന മൂവി, തൂവെള്ള തൂമുരുഷസിൽ എന്തൊരു ഭംഗിയായിട്ടാണ് ആ ഒരു സോങ് ചേട്ടൻ ചെയ്തിരിക്കുന്നത്. തൂവെള്ളയായിരുന്നു ആദ്യത്തെ ഫിലിം സോങ്. പക്ഷേ അതിനുമുമ്പ് സാറിൻ്റെ പടം ചേർന്നു, ജയരാജ് സാറിൻ്റെ ബീബൽസ ചെയ്തിട്ട് ആക്ച്വലി രണ്ടാമത്തെ ചിത്രമായിരുന്നു. സോങ് ഒഫീഷ്യലായിട്ട് ഇറങ്ങുന്നത് ഇതിലെ പാട്ടാണ് സഫലം. രാജേഷ് വിജയായിരുന്നു അന്ന് പാടിയത്. ഇത് എഴുതിയത് തങ്കൻ തിരുവട്ടാർന്ന് വെച്ചൊരു ചേട്ടനാണ്. തൂവെള്ള തൂവുന്നുഷസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല, തൂവെള്ള തൂവുന്നുഷസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല, ചന്ദനത്തിൻ കുളിരുപോലെ അന്തരങ്കിൽ രാഗം പോലെ അലക്കടലൊളിയോരം പോരും സ്നേഹപ്പൊന്നാരപ്പൂർണേന്തുവോ, തൂവെള്ള തൂവുന്നുഷസിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല. വെസ്റ്റേൺ മ്യൂസിക്കിനോട് ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? ഫ്രെഡി മെർക്കുറിയും പോലെയുള്ള ഭയങ്കര ആരാധകനായിരുന്നു അവരോടൊക്കെ. എങ്ങനെയായിരുന്നു വെസ്റ്റേൺ മ്യൂസിക്കിലേക്കുള്ള ഒരു ഇഷ്ടം വന്നത്? ഞാൻ സെൻറ്റ് തോമസിലാണ് പഠിച്ചത്. ആ സമയം എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ആക്ച്വലി ഈ ഒരു കൂടുതലും ഈ കുവൈറ്റ് റിട്ടേണീസ് ആയിരുന്നു ആ സമയത്ത്, അധിനിവേശം. അപ്പോഴങ്ങനെ അവരുടെ ഒരു കൂട്ടുകെട്ടിലാണ് ആക്ച്വലി കേട്ട് തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് അറിയാലോ, അപ്പം നമുക്ക് ഇന്ത്യയിൽ ആ സമയത്തുണ്ടായിരുന്ന പോപ്പ് ബാൻഡുകളെന്ന് വെച്ചാൽ ബോണിയം, അബ്ബ, ഇതൊക്കെയാണ് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ളത്. മറ്റ് ഈ പറയുന്ന പോലെ ക്ലാസിക് റോക്കിലേക്ക് കേൾക്കാൻ തുടങ്ങുന്നത് ഫ്രണ്ട്സ് വഴിയാണ്. അവരുടെ അന്ന് കാസറ്റ് ആയിരുന്നല്ലോ, അതെല്ലാം കേട്ടാണ് ഇഷ്ടം തോന്നിയത്. ഇഷ്ടം കേട്ട് വന്നപ്പോഴത്തേക്ക് വീണ്ടും ഒത്തിരി കേൾക്കാനായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ആക്ച്വലി ബാൻഡിലേക്ക് കീബോർഡിസ്റ്റായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മ്യൂസിക് എന്നുള്ള പ്രൊഫഷനിലേക്ക്. അപ്പോൾ അവിടെ വെച്ച് കുറേ പാട്ട് കേൾക്കേണ്ടി വന്നു. പാട്ട് ഒത്തിരി പർപ്പസ്ലി പഠിക്കേണ്ടി വന്നു. കാര്യം നമുക്ക് ഏതാണ്ട് ഒരു സീസണിൽ തന്നെ ഒരു 100-300ഓളം പാട്ട് നമുക്ക് പ്ലേ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ പാട്ടും നമ്മൾ ബൈഹാർട്ടല്ല, എല്ലാ പാട്ടും അറിഞ്ഞിരിക്കണം പ്ലേ ചെയ്യാനും എല്ലാം. അപ്പോൾ കീബോർഡിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒത്തിരി ഫെസിലിറ്റി കിട്ടി, പാട്ട് മനസ്സിലാക്കാൻ പറ്റി. പ്രത്യേകിച്ച് സോങ് പ്രോഗ്രഷൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാനുള്ള ഡയറക്ടർ ആക്സസ് ആ സമയത്ത് കിട്ടി. അപ്പോഴിത് പ്രൊഫഷൻ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ആവും എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഇഷ്ടം കൂടുതലായിട്ട് ഇങ്ങനെ വന്നത് ആ സമയത്തു നിന്നാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ കീബോർഡ് പഠിച്ചിരുന്നു? അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കാണ് കീബോർഡ് സ്റ്റാർട്ട് ചെയ്തത്. മധു മാസ്റ്ററായിരുന്നു എന്നെ പഠിപ്പിച്ചത്. ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളൊരു സീനിയർ പിയാനോ മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു ആദ്യത്തെ. അപ്പോൾ അന്ന് ആ ചർച്ചിലെ കൊയറിലൊക്കെ ഉണ്ടായിരുന്നു? ചർച്ചിലെ കൊയറിൽ ആക്ച്വലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കാണുന്നവർക്ക് അറിയാം. ഞാൻ അന്ന് കൊയറിലില്ലായിരുന്നു. അന്ന് ഞാൻ ഇത് കാണുന്ന പോലെ വെളിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ കൊയറിലെ 2-3 ചേട്ടന്മാർ തന്നെയായിരുന്നു ഞങ്ങളുടെ ബാൻഡിലും അക്കമ്പനി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിൽ പല പല രീതിയിലുള്ള മ്യൂസിക്കുമായിട്ട് അടുക്കാൻ പറ്റി. അതൊരു ഗുണമാണ് ആ സമയത്ത്. ഒരു പാട്ട് കേൾക്കാൻ മാത്രം തിയേറ്ററിലേക്ക് പോവുക, ആ പാട്ട് എല്ലാം പറഞ്ഞ് അതിനകത്ത് ഡാൻസ് ചെയ്യുക, ഇത് എനിക്ക് തോന്നുന്നത് ലജ്ജാവതി എന്ന ഒരു സോങ്ങിന് മാത്രം കിട്ടിയൊരു ഭാഗ്യമാണ്. എന്തായിരുന്നു 2004 ലജ്ജാവതിക്ക് മാത്രം കിട്ടിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആക്ച്വലി ഞങ്ങളെയൊക്കെ ഇൻസ്പയർ ചെയ്ത ഒത്തിരി സോങ്സ് ഉണ്ട്. പ്രത്യേകിച്ച് തിയേറ്ററിൽ ഈ മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുന്നൊരു വൈബ് ഭയങ്കര സന്തോഷകരമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒത്തിരി പാട്ടുകളുണ്ട്. പല പല കാറ്റഗറി സോങ്സ് ഉണ്ട്. ഞാൻ രാജാ സാറിൻ്റെ പാട്ടുകളിൽ ആണ് ആ ഒരു വൈബ് ആക്ച്വലി ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് രജനീകാന്ത് സാറിൻ്റെ മാസി മാസം എന്നുള്ളൊരു പാട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റിൽ ഒരു ഇങ്ങനെ റിതം ഇങ്ങനെ കയറി വരുന്നുണ്ട്. ആ സമയത്ത് ഒരു തിയേറ്ററിൽ നമുക്ക് പറയാൻ പറ്റാത്തൊരു എക്സ്പ്ലോഷനാണ്. ഇങ്ങനെ പെട്ടെന്ന് ക്രൗഡ്, അതൊക്കെയാണ് ആക്ച്വലി ആദ്യം ഞങ്ങൾ കാണുന്നൊരു സംഭവം. പിന്നെ തിയേറ്ററിൽ ഈ സോങ് വന്നപ്പോഴത്തേക്ക് അറിയാമല്ലോ, ആ ഒരു സമയത്തൊരു ട്രാൻസ്ഫോർമേഷൻ ടൈം പീരീഡായിരുന്നു.
അപ്പോഴ് സാധാരണ ഡാൻസ് എന്ന് പറയുമ്പോൾ നമ്മളറിയാലോ, നമ്മുടെ ഗാനമേളകൾക്കെല്ലാം ഇന്നും നമ്മുടെ ഗാനമേളകൾക്കെല്ലാം ഭൂരിഭാഗവും തമിഴ് സോങ്സ് തന്നെയാണ്. ഒരു ഡാൻസ്, ഒരു ഹാപ്പിനെസ്, അതെല്ലാം ഇവിടെ ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് അത്. അങ്ങനെ ഒരു ഹാപ്പിനെസ് എനിക്കും അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലജ്ജാവതിയെ നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. അപ്പോൾ ഒന്ന് ലജ്ജാവതി തുടങ്ങും. பூவரசையிலே பிபி செஞ்சு ஊதினோம், பள்ளிக்கூட பாடம் மறந்து பட்டாம்பூச்சி தேடினோம், தண்ணி பாம்பு வரப்பில் வர தலை தெறிக்க ஓடினோம், பனங்காயின் வண்டியில் பசுமாற்று தொழுவத்தை சுற்றி வந்து பம்பாய்க்கு போனதாக சொல்லினோம். அடடா வசந்தம், அதுதான் வசந்தம், மீண்டும் அந்த காலம் வந்து மழலையாக மாற்றுமா. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, താഴമ്പുവോ താമരത്താരോ തേനോ തേനിലാവോ, മാമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ, തൊട്ടുരുമി നിന്നാട്ടെ തൊട്ടാവാടി പെൺമാനെ, മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള റോജാ രാജറാണി, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. ഇന്നലെ രാത്രി ഗാനമേളയായിരുന്നു. അപ്പോൾ ഈ പാടി റെഡിയായി വരുന്നേ ഉള്ളൂ രാവിലെ ആയപ്പോഴത്തേക്ക്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തോന്നും ചേട്ടൻ പാടി മാത്രം ഓക്കെ ആവുന്നൊരു പാട്ടാണ് ഈ പാട്ട് എന്നുള്ളത് തോന്നുന്നു. അത് സ്വാഭാവികമായിട്ടും ഈ പാട്ടുകാരനോട് എനിക്ക്, ഞാൻ കമ്പോസ് ചെയ്ത പാട്ടായതുകൊണ്ടാണ് എനിക്കൊരു പാട്ടുകാരൻ എന്നുള്ള ലേബലിൽ കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും അറിയാൻ പറ്റിയത്. പക്ഷേ ഇപ്പോൾ ഈ പാട്ട് എനിക്ക് അന്ന് ആക്ച്വലി ഞങ്ങൾ പലരെയും സമീപിച്ചിരുന്നു. ഇപ്പോൾ അഡ്നാൻ ചാമി, കാർത്തിക്, അങ്ങനെ ഉള്ള കുറേ പേരോട് സമീപിച്ചിരുന്നു. പക്ഷേ എനിക്ക് തന്നെ ഇത് പാടേണ്ടി വന്നു. പക്ഷേ ഈ പാട്ട് എനിക്ക് തോന്നുന്നു പാട്ട് ആര് പാടിയാലും ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ പോലും കുറച്ചും കൂടി സോഫ്റ്റ് സൗണ്ട് തെരയുന്ന ഒരു സമയമായിരുന്നു അല്ലേ? അപ്പോൾ ഇത് ചേട്ടൻ സ്വയം തീരുമാനിച്ചതായിരുന്നു അതോ ആക്ച്വലി ഡയറക്ടർ സാറിൻ്റെ നിർബന്ധമായിരുന്നു. അദ്ദേഹമായിരുന്നു ആദ്യമേ ഞാൻ തന്നെ പാടണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഒത്തിരി സിംഗേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ കൊടുത്തു. പക്ഷേ ഇത് ട്രാക്ക് കേട്ട് തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വന്നു എന്നുള്ളതാണ്. കന്നഡയിലും ഇതങ്ങോട്ട് ഒരുപാട്, കന്നഡയിൽ ഈ പാട്ട് ആദ്യം ഹുടുകാട്ടം എന്നുള്ള മൂവിയിലാണ് റിലീസായത്. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ പടത്തിൽ ഉള്ള എല്ലാ പാട്ടുകളും ഇതോടൊപ്പം തന്നെ ഹിറ്റായി. ഹുടുകാട്ടം അങ്ങനെയാണ് കന്നഡയിൽ ആക്ച്വലി ഒരു പോപ്പുലറായിട്ടൊരു എൻട്രി വന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് തെലുങ്കിലും അല്ലേ? ഒരു കന്നഡ വേർഷൻ ഞങ്ങൾക്കൊന്ന് പാടാമോ? ಮಂದಾಗಿನಿಗೆ ನೀ ಸಿಡಿಲಿನ ಕಿಡಿಯೇ, ಮಂದಾಗಿನಿಗೆ ನಮ್ಮ ಸೋಡಬೇಡ ತಡಿಯೇ, ಹೋದ ಕಡೆ ಬಂದ ಕಡೆ ಹುಡುಗರದಿ ಹಿಂಡು, ನಮ್ಮ ತಲೆ ಸುತ್ತಿತ್ತಲೆ ಇಂದು ನಿನ್ನ ಕಂಡು, ಕದು ಕದು ನೋಡ್ತಾರೆ ಪಾಪ ಇನ್ನೇನ್ ಮಾಡ್ತಾರೆ, ಇಂದು ಕಂಡು ಯಾವ ಕಂಡು ಸುಮ್ಮನೆ ಹೋಗ ನಂದು, ಮಂದಾಗಿನಿಗೆ ನೀ ಸಿಡಿಲಿನ ಕಿಡಿಯೇ, ಮಂದಾಗಿನಿಗೆ ನಮ್ಮ ಸೊಡಬೇಡ ತಡಿಯೇ. കന്നഡ വേർഷൻ ഇതായിരുന്നു. ഞാനൊക്കെ ഭയങ്കര ഫാനാട്ടോ അതിൻ്റെയൊക്കെ. താങ്ക് യു. ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു സോങ്ങാണ് സ്നേഹത്തുമ്പി. മലയാളികൾ ഇന്നും നെഞ്ചോട് ചേർക്കുന്ന ഒരു സോങ്ങാണ് സ്നേഹത്തുമ്പി. ദാസാറിനെ കൊണ്ട് പാടിപ്പിച്ച ആ ഒരു സിറ്റുവേഷൻ ഒന്ന് പറയാമോ? അത് ആക്ച്വലി ആദ്യം മുതൽ നമ്മൾ കേട്ട് വളരുന്ന ഒരു അദ്ദേഹത്തിൻ്റെ സിംഗിങ് ആണ്. അദ്ദേഹത്തിൻ്റെ വോയിസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ ആണെങ്കിലും എല്ലാം ദാസാറിൻ്റെ സോങ് ആണല്ലോ നമ്മൾ ഫോളോ ചെയ്ത് വന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു സംഭവമാണ്. പിന്നെ ആ പാട്ട് പോപ്പുലറായി ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അതിനെക്കാട്ടിലും വലിയൊരു സന്തോഷമാണ് സ്നേഹത്തുമ്പി. അത് ഞാൻ രണ്ടുപേരും അത് പാടാം. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ, കരയാതെന്ന റോമൽ തുമ്പി, നീല്ലെങ്കിൽ ഞാനുണ്ടോ പൂവേ, വാത്സല്യത്തേൻ ചോരും പൂവേ, ഏതോ ജന്മത്തിൻ കടങ്ങൾ തീർക്കാനായി
നീ വന്നു ഇന്നാത്മാവിൽ തുളുമ്പുമാശ്വാസം നീ മാത്രം സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെ നാരോമൽ തുമ്പി. ഒരു വേറിട്ട ശബ്ദമാണ് ചേട്ടൻ്റെ. അപ്പോൾ ആ ഒരു ശബ്ദത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സോങ് പാടാൻ ആദ്യം ഒരു ടെൻഷനും വെല്ലുവിളിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? മലയാളം പാടുന്നതിന് സത്യം പറഞ്ഞാൽ ഞാൻ കേപ്പബിളായിട്ട് എനിക്ക് ആ സമയത്ത് തോന്നിയിരുന്നില്ല. കാര്യം വെച്ചാൽ ഒത്തിരി പാട്ട് ഞാനങ്ങനെ പാടി ആ സമയത്ത് ട്രാക്കൊന്നും ചെയ്തിട്ടില്ല മലയാളം. അപ്പോഴേ പ്രൊനൗൺസിയേഷനൊക്കെ എങ്ങനെ വരും എന്നുള്ളൊരു ഡൗട്ട് അന്നുണ്ടായിരുന്നു. പക്ഷേ പറയുന്നത് പോലെ ഒരു ഡാൻസ് ഓറിയൻറ്റഡ് നമ്പർ ആയതും പിന്നെ അത് കാരണം കുറച്ച് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് വേണമെന്ന് സാറ് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാരണം രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് മലയാളം പാടാൻ പറ്റും. പക്ഷേ തമിഴ് പാടുന്നതിന് മുമ്പായിരുന്നു ആക്ച്വലി എനിക്ക് വീണ്ടും അത് പാടിയൊക്കെ അവരെ വീണ്ടും കേൾപ്പിക്കണമായിരുന്നു. അതായത് പാടി എങ്ങനെ വരുമെന്ന് അവർക്കൊരു ഐഡിയ ഇല്ലാത്തത് കാരണം പാടിയൊക്കെ ഒന്ന് ഒരു ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ആക്ച്വലി പ്രൊനൗൺസിയേഷനൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ ഓക്കെ ആക്കിയത് തമിഴ്. ഇപ്പോൾ എത്തിനോ പോപ്പ് വിഭാഗത്തിൽപ്പെട്ട ഒരു വേറിട്ട ശൈലിയാണല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ചൊരു ആലാപന രീതി, വ്യത്യസ്തമായ സൗണ്ട്. അപ്പോൾ ആളുകളെ കയ്യിലെടുക്കാവുന്ന ഒരു ട്രിക്ക് ജാസി ഗിഫ്റ്റ് എന്നൊരു ഗായകന്. എനിക്ക് പ്രത്യേകിച്ച് ഈ പോപ്പുലറായിട്ടുള്ള മ്യൂസിക്കിനോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പ്രത്യേകിച്ച് ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ പണ്ട് മുതലേ നമുക്കൊരു ക്രേസി ഫീലായിരുന്നു. ഇത് എങ്ങനെയാണ് ഇത്രമാത്രം ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നതെന്നുള്ളൊരു ഫാക്ടറിനെ പറ്റി നമ്മളെപ്പോഴും ഒരു മ്യൂസിക്കലായിട്ടുള്ള ലൈനിൽ ചിന്തിക്കുമ്പോഴുണ്ടായിരുന്നു. അപ്പോൾ പണ്ട് വലിയ പോപ്പുലറായിട്ടുള്ള സോങ്സ് ഇഷ്ടം. അതിപ്പോൾ മലയാളം തന്നെ ആവണമെന്നില്ല, വേറെ ഏത് ലാംഗ്വേജിലാണെങ്കിലും പെട്ടെന്ന് ജനങ്ങളെ കയ്യിലെടുക്കുന്ന സോങ്സിനോടൊരു താല്പര്യം. അത് എനിക്ക് തോന്നുന്നത് ഒരു എത്നിക് പോപ്പിനകത്ത് അത് ഒത്തിരി ഉണ്ട്, എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മുടെ ഒരു കൾച്ചറിൽ പറയുകയാണെങ്കിൽ കൈതോല എന്നുള്ള സോങ്, കൈതോല പായ എന്നുള്ള സോങ്, ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു എത്നിക് കൾച്ചറിലെ കറക്റ്റ് ഒരു പോപ്പ് സോങ്ങാണ്. ഇപ്പോൾ ഒത്തിരി ബാൻഡുകൾ അത് പെർഫോം ചെയ്യുന്നു. ഈ പാട്ടുകളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ വളരെ ക്ലോസ് ടു നേച്ചറായിരിക്കും, ഇല്ലെങ്കിൽ എന്താണ് ബാക്ക് ടു നമ്മുടെ ലൈഫായിട്ട് നമുക്ക് എപ്പോഴും തോന്നും. അങ്ങനെ ഒരു പ്രസൻറ്റേഷനാണ് എത്നിക് പോപ്പുകളിൽ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഖാലിദിൻ്റെ ദീദി പറയാം, അതുപോലെ അപ്പാച്ചി ഇന്ത്യൻ്റെ പാട്ടുകൾ പറയാം. അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ എലമെൻറ്റും ഉണ്ട്, ഒരു പോപ്പിഷ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ഉണ്ട്. പോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു എന്താണ് ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിരിക്കും പല പല കണ്ടുപിടുത്തങ്ങളും. അതിനന്നും ഇന്നും ഒരു പോസിബിളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോഴും ഒത്തിരി സോങ്സ് ഇപ്പം ഓരോ കാലഘട്ടത്തിലും ഈ ഫ്ലേവറിൽ ഒത്തിരി പാട്ടിറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഈ ഒരു മിക്സപ്പിന് ഭയങ്കര ഒരു സ്ഥാനമുണ്ട്. കാര്യം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ ജനറേഷനാണെങ്കിലും ഈ പറയുന്ന പോലെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വ്യത്യാസവും അതുപോലെ കുറച്ച് നമ്മുടെ നേറ്റീവ് കളറെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ ഒരു അകമ്പടി തന്നെയാണ്. ആക്ച്വലി ലജ്ജാവതി അന്ന് ഇറങ്ങുന്ന സമയത്തും മനസ്സിലൊരു ഐഡിയയിൽ ഈ എവിടെയോ ഈ സംഭവം ഉണ്ട്. ഇതിനൊക്കെ ഒരു തുടക്കം എന്ന നിലയിൽ കേരള സർവകലാശാല കൺഫ്യൂഷൻ ബാൻഡ് ഒരു തുടക്കം തന്നെയായിരുന്നു അല്ലേ? അതൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. ബാലുവിൻ്റെ ഓർമ്മകളായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾ ആദ്യമായിട്ട് റെക്കോർഡിങ് കാണുന്നതും എല്ലാം ബാലുവിൻ്റെ റെക്കോർഡിങ് ആയിരുന്നു. ആ സമയത്ത് കൺഫ്യൂഷൻ എന്നുള്ള ബാൻഡ് ഇവിടെ ഐറിസ് സ്റ്റുഡിയോയിൽ നടക്കുമ്പോഴത്തേക്ക് ഇവിടെ തന്നെയാണ് ആ സ്റ്റുഡിയോ, ഇവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക്. അപ്പോൾ അത് തന്നെയാണ് ആദ്യത്തെ നമ്മുടെ റെക്കോർഡിങ് കാണുന്നതും, ഒരു സ്റ്റുഡിയോ എന്താണെന്ന് കാണുന്നതും, വോയിസ് എന്താണ്, വോയിസ് എടുക്കുന്ന രീതിയെല്ലാം കാണുന്നതെല്ലാം ആ സമയത്ത് ബാലുവിൻ്റെ റെക്കോർഡിങ്ങിൽ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തുള്ള സെഷനുകൾ, അതുപോലെ എന്താണ്, അതല്ലാതെ മ്യൂസിക്കിൻ്റെ കുറേ എന്താണ് മ്യൂസിക്കിൻ്റെ ഒരു ടെക്സ്ചർ, അതിൻ്റെ ഒരു അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇങ്ങനെ കുറേ ബേസിക് അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള ബാൻഡുമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഞാൻ ബാൻഡിനകത്ത് ഇല്ല എങ്കിലും ബാൻഡ് ഞങ്ങൾ അവിടെ സംസ്കാരം ഒരു ആർട്സ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവത്തിൽ ഞാൻ കൺവീനറായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രാവശ്യം അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യേണ്ടി വന്നു. ആ സമയം ഞങ്ങൾക്കൊരു വെസ്റ്റേൺ മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു, ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഇത് രണ്ടും ഇടയ്ക്ക് നിന്നിട്ടുള്ള ഒത്തിരി പരിചയമാണ് അതിനകത്തുള്ളത്. അതുപോലെ മണിക്കിനാവ് എന്ന് പറഞ്ഞ ആ ഒരു സോങ്, അത് മണിക്കിനാവിൻ കൊതുമ്പു വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്ക് വേണ്ടി, വെയിൽ പിറാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ ഇന്നെനിക്കു വേണ്ടി, ചിരിയുടെ കുളിരലകൾ അതിലിളകിയ തരിവളകൾ, നീ അഴകിൻ്റെ കുളിരരുവി
അതിലൊഴുകിയ മുരളിക ഞാൻ പ്രണയിനി ഹരിമുരളിയിൽ അനുരാഗരാഗമാല്യമാഞ്ഞി മണിക്കിനാവിൻ കൊതുമ്പു വെള്ളം തുഴഞ്ഞു വന്നു നീ എനിക്ക് വേണ്ടി വെയിൽ പിറാക്കൾ വിരുന്നു വന്നു പകൽക്കിനാവിൽ ഇന്നെനിക്ക് വേണ്ടി. ഇപ്പൊ കന്നഡയിലാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ കുറച്ച് മാസ് സോങ്സ് മാറി കുറച്ച് മെലോഡിയസ് സോങ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈമാണല്ലോ. ഞാൻ വന്ന സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ അവിടെ റൂളിംഗ് എന്ന് വെച്ചാൽ സോണുമായിരുന്നു. സോണുവും ശ്രേയയുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിന്നത്. അത് വളരെ പക്ക, വളരെ നാച്ചുറലായിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെലോഡി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മെലോഡിയും ഇപ്പോൾ രാഗ ബേസ്ഡ് സോങ് ആയിട്ടും ബന്ധമില്ല. അവർക്ക് വളരെ വളരെ സോഫ്റ്റ് ആയിരിക്കണം, പാട്ട് വളരെ സൂതിങ് ആയിരിക്കണം, ഒരു പെട്ടെന്ന് ക്യാച്ചി ആയിരിക്കണം. അതാണ് അവിടുത്തെ ഒരു ഫോർമുല. തുടക്ക സമയം ഒരു 20 വർഷം മുമ്പ് ആ സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചറിൽ അവിടെ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ രാജാവ് എന്നൊക്കെ പറയുമ്പോൾ സോണു നിഗം തന്നെയാണ്. അപ്പോൾ സോണുവിനെ കൊണ്ടും ശ്രേയെ കൊണ്ടും എനിക്ക് ഒത്തിരി പാട്ട് പാടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവിടുത്തെ ഒരു വലിയൊരു സംഭവം. പിന്നെ ഒത്തിരി മേജർ ആർട്ടിസ്റ്റുകൾ, അതായത് ലക്കി അലി, അലീഷ ചിന്നായ്, ഹിന്ദിയിലെ ഷാൻ, അതുപോലെ കൈലാഷ് ഖേർ, അങ്ങനെ ഒത്തിരി പേരുമായിട്ട് വർക്ക് ചെയ്യാൻ അവിടെ പറ്റി. ആ കന്നഡ ഇൻഡസ്ട്രിക്ക് വേണ്ടി പാട്ട് ചെയ്യാൻ പറ്റി. ശങ്കർ സാറ്, ഹരിഹരൻ സാർ, അങ്ങനെ വലിയൊരു കോമ്പിനേഷൻ ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് സോണുജിയെ കൊണ്ടൊരു 6-7 പാട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അതിൽ 1-2 നല്ല പോപ്പുലറായി. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴും മെലോഡി എന്ന് വെച്ചാൽ അവർക്കൊരു ഇഷ്ടമാണ്. ഒരു ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു 80s ഒരു വിരഹഗാനം ടൈപ്പാണ് അവർക്ക് ഇപ്പോഴും ഇഷ്ടം. അപ്പോൾ അത് ലവിൻ്റെ ഒരു സോഫ്റ്റ് സൈഡ് ഇപ്പോഴും അവർക്ക് ഇങ്ങനെയുണ്ട്. ഇപ്പം മാസ് അവിടെ യങ് ജനറേഷൻ്റെ ഇടയിൽ ഓവർകം ചെയ്യുന്നുവെങ്കിലും ഒരു സോഫ്റ്റ് സൈഡ് ഓഫ് ഒരു മെലഡി എപ്പോഴും അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. കൊണ്ട് നടക്കുന്നുണ്ട്. എന്നുള്ള ഒരു ഫിലിമിൽ കൂടെയായിരുന്നല്ലോ സ്റ്റാർട്ടിംഗ്, ജയരാജ് സാറിന്റെ. എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രി? ഞാൻ ആക്ച്വലി ഒരു ആൽബം സോങ് പ്ലാൻ ചെയ്തു. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന്, രാജേഷ്, തനു, റോഷൻ, സാബു, നമ്മുടെ ബിഗ് ബോസിലെ സാബു, എല്ലാവരുടെയും ഇതിൽ ഒരു ആൽബം പ്ലാൻ ചെയ്യുന്നു. ആ ആൽബത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് സാറ് വിളിക്കുന്നത്. സാർ ആ സമയം ബീബസയുടെ പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി നിൽക്കുന്ന സമയം കുറച്ച് പാട്ട് ഡെമോസ് കാണിക്കാൻ വേണ്ടി പോയി. സാറിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള 2-3 പാട്ട് ചെയ്തു കൊടുത്ത് അതിൽ 2-3 പാട്ട് സെലക്ട് ചെയ്തു, അദ്ദേഹത്തിന് അതുമായിട്ട് മാച്ച് ചെയ്തു. അങ്ങനെയാണ് ഒരു പാട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു മ്യൂസിക്കൽ ചെയ്യാമെന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വരുന്നത്. പിന്നെ അന്നേ സാറിന് എക്സ്പെരിമെൻറ്റുകൾ ഇഷ്ടമുള്ള ഒരു ഡയറക്ടറായിരുന്നു. ഫ്രീഡം ഒത്തിരി ഉണ്ടായിരുന്നു. അതാണല്ലോ പിന്നെ ഫോർ ദ പീപ്പിളിൽ കണ്ടത്. കൈതപ്രം സാറിൻ്റെ വരികൾ, ജയരാജ് സാറിൻ്റെ സംവിധാനം. പക്ഷേ ആ ഒരു സോങ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സോങ് ആയി അല്ലേ? അങ്ങനത്തെ ഒരു പാറ്റേൺ ആയല്ലോ അത്. ആക്ച്വലി നമ്മളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തേതിനെക്കാട്ടിലും ഉപരി മ്യൂസിക് ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിരുന്ന ഒരു സമയമാണ്. ഇന്നിപ്പോൾ ആക്ച്വലി പ്രൊഫഷൻ ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഒരു കംപ്രഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മ്യൂസിക് എൻജോയ് ചെയ്യാനുള്ള ഒരു സമയപരിധി അതൊക്കെ പണ്ടത്തെക്കാട്ടിൽ ലിമിറ്റഡായിട്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. പണ്ട് പക്ഷേ അങ്ങനെയല്ല. ഡെയിലി ഒത്തിരി മ്യൂസിക് കേൾക്കും, ഇല്ലെങ്കിൽ ഒത്തിരി മ്യൂസിക്കിനെ പറ്റി സ്റ്റൈലുകൾ മനസ്സിലാക്കുക, പഠിക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. വളരെ പാഷനായിട്ടായിരുന്നു ആ സമയം. പക്ഷേ അന്നത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടെക്നോളജിയിലുണ്ടായ മാറ്റങ്ങളൊക്കെ ഇന്ന് കുറച്ചും കൂടി യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ടെക്നോളജിയുടെ മാറ്റം ഞങ്ങൾ എൻ്റർ ചെയ്തപ്പോൾ ഈ ടെക്നോളജി ഉണ്ട്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ടൈമായിരുന്നു അപ്പം ഞങ്ങൾ ആക്ച്വലി സോഫ്റ്റ്വെയറിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. ഒരു 20 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് സെയിം തന്നെയാണ് ഞങ്ങൾ അന്ന് യൂസ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് കാര്യങ്ങളിലേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൂ, ചിന്തകളിൽ മാത്രമേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൂ. 20 വർഷം മുമ്പ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം സെയിം സംഭവം തന്നെയാണ് ഇപ്പോഴും. ചില ടേസ്റ്റുകളിലുള്ള ഡിഫറൻസും അപ്ലൈ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ 20, 25, 30 വർഷം മുമ്പാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമാണ്. അനലോഗൊക്കെ ആയിരുന്നു റെക്കോർഡിങ്.
അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അടുത്ത് വേറൊരു സോങ്ങാണ് നീലത്തട. എല്ലാ സോങ്സും നല്ലതാണ്, ഒന്നിനൊന്നും വെച്ചെന്ന് പറഞ്ഞ പോലെ. പക്ഷെ നീലത്തടാകങ്ങളോ എന്നുള്ള ആ സോങ് കേൾക്കുമ്പോൾ അതൊന്ന് പാടാം. നീലത്തടാകങ്ങളോ സഖി നിന്നീല നയനങ്ങളോ കാർമേഘമോ വാർക്കൂന്തലോ പൊന്നാമ്പലോ പൊന്മേനിയോ ഹേമാങ്കലാവണ്യമേ ആത്മാവിലെ വർണ്ണങ്ങളാൽ വിടരുന്നിതൻ കവിഭാവന നീലത്തടാകങ്ങളോ സഖി നിന്നീല നയനങ്ങളോ. ഒരുപാട് മനോഹരമായ പാട്ടുകൾ, നീലത്തടാകങ്ങളോ, പിന്നെ അരികെ നിന്നാലും അല്ലേ, സ്നേഹത്തുമ്പി. പക്ഷേ ലജ്ജാവതി എന്ന ആ ഒരു സോങ്ങിലൂടെയാണ് ചേട്ടന് കൂടുതൽ ആൾക്കാർ. അപ്പോൾ ഇത്രയും നല്ല മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഉണ്ടായിട്ട് പോലും അത് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇതിലൂടെ മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ലജ്ജാവതി തന്നെയാണ് ആക്ച്വലി ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകളിൽ. സ്നേഹത്തുമ്പി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലജ്ജാവതി എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു ഗാനമേളയ്ക്ക് കുറച്ച് പേര് വന്ന് പറഞ്ഞു വെച്ചാൽ അവരുടെ കുട്ടിക്കാലം അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു നൊസ്റ്റാൾജിയുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ടൈം ഷിഫ്റ്റ് കിട്ടുന്നത് കൊണ്ട് ഈ പാട്ട് കുറേ പേർക്ക് ഇഷ്ടമാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയാനുള്ളത് പോലെ ഇപ്പം സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ഒത്തിരി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 വർഷം മുമ്പ് ഇറങ്ങിയ പാട്ട് നമുക്കിപ്പോഴും പെർഫോം ചെയ്യാൻ സ്റ്റേജ് കിട്ടുന്നു എന്ന് പറയുന്നതിൽ സക്കർബർഗും ബാച്ചും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോഷ്യൽ പ്ലാറ്റ്ഫോംസിൻ്റെ ഒരു ആധിപത്യം ഭയങ്കര ഇതാണ്. പ്രത്യേകിച്ച് മ്യൂസിക് പ്രൊഡക്ഷൻ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും സധൈര്യം ഒരു ഹോപ്പ് എപ്പോഴും നമുക്കിപ്പം കിട്ടുന്നത് ഈ കാര്യങ്ങൾ കൊണ്ടാണ്. അതുപോലെ അധികം ആരും അറിയാത്തൊരു കാര്യമാണ് PhD എടുത്തൊരു സംഭവം അദ്വൈത അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയൂ. അദ്വൈതം അല്ല, കമ്പാരിസൺ ഓഫ് ഹാർമണി എന്നുള്ളൊരു കോൺസെപ്റ്റ് അദ്വൈതം ബുദ്ധിസംഘടന റിലേറ്റ് ചെയ്യിപ്പിച്ച. ഞാൻ ആക്ച്വലി യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ അവിടെ പഠിക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൗത്ത് പാർക്കിലായിരുന്നു ബാൻഡിൽ കീബോർഡിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ MA കഴിഞ്ഞ് MPhil ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്നുള്ള സംഭവമാണ്, ടീച്ചിങ് ആയിരുന്നു ഇഷ്ടമുള്ള പ്രൊഫഷൻ. മ്യൂസിക്കിൽ വരുമെന്നോ പാട്ടുകാരനാവുമെന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമില്ല. മ്യൂസിക് ഇഷ്ടമായിരുന്നു, സിനിമ ഇഷ്ടമായിരുന്നു. മ്യൂസിക്കിനെക്കാട്ടിലുപരി ഫിലിമിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പണ്ട് സിനിമ സെമിനാറുകൾ പോവും. പിന്നെ എല്ലാ സിനിമാക്കാരെ പോലെയും എന്താണ് സത്യജിത് റേ ആയിരുന്നു ഐക്കൺ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയായിരുന്നു ആഗ്രഹം. അന്നറിയാമല്ലോ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഫെസ്റ്റിവലുകളുടെയൊക്കെ ഒരു ഭയങ്കര ഒരു ഹബ്ബാണ്. ഇന്നല്ല അന്നത്തെ ഫെസ്റ്റിവലുകൾ എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിലും ക്രിയേറ്റീവായിട്ടുള്ള ഒത്തിരി ആസ്പെക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ സിനിമയോടുള്ളൊരു താല്പര്യം. പക്ഷേ ആ സിനിമ മ്യൂസിക്കിലോട്ട് ഇത് വന്നു, അത് വളരെ യാദൃശ്ചികമായിട്ടാണ്. അപ്പോൾ നമുക്ക് അവസാനം നമുക്ക് അധികം സമയമില്ല. അപ്പോൾ ഒരു വെസ്റ്റേൺ സോങ്ങും കൂടി കേട്ടിട്ട് ഞങ്ങളുടെ കോളേജ് സമയത്ത് ഒരു ഗ്രാമി വിന്നിങ് സോങ് ആയിരുന്നു. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സമയത്ത് പാട്ടാണ്. Put on my blue suede shoes and boarded the plane. Touchdown in the land of the Delta Blues, in the middle of the pouring rain. W.C. Hattie, won't you look down over me? Yeah, I got a first class ticket, but I'm as blue as boy can be. When I was walking in Memphis, I was walking with my feet and feet of a beer. Walking in Memphis, but do you really feel the way I feel? ഇതിൽ ഞാൻ നിർത്തിയാണ്, അങ്ങോട്ട് പാടുന്നില്ല. പക്ഷേ സൂപ്പറായിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചേട്ടാ പുതിയ പ്രോജക്റ്റുകൾ? ആക്ച്വലി ഇപ്പോഴും ഇന്ദ്രജിത്ത് ലങ്കേഷ് എന്ന് വെച്ചാൽ കന്നഡയിലെ ഡയറക്ടറുണ്ട്. നമ്മുടെ മരിച്ച ഗൗരി ലങ്കേഷിൻ്റെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ ഗൗരി എന്ന ഒരു പടം, അദ്ദേഹത്തിൻ്റെ മോനെ ലോഞ്ച് ചെയ്യുന്ന പടമുണ്ട്. പിന്നെ അവിടെ തന്നെ എസ് നാരായണെന്ന് വെച്ചാൽ സീനിയർ ഡയറക്ടറിൻ്റെ പടവും ആണ് ചെയ്യുന്നത്. അത് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി കമ്പോസിങ് കഴിഞ്ഞു
പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകണം, വോയിസിന് പോകണം. അതാണ്. ഒരുപാട് കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് ചേട്ടൻ സംസാരിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ ഭാവങ്ങളും താങ്ക് യു. എന്തായാലും ഇത്രയും സമയം തന്നതിന് താങ്ക് യു സോ മച്ച്. നല്ലൊരു 2024 ആവട്ടെ. താങ്ക് യു. താങ്ക് യു.